തെരഞ്ഞെടുപ്പിൽ തോറ്റാലും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും മതേതരത്വം ബലികഴിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിനും തയ്യാറാവില്ല. VD സതീശൻജിയുടെ ഈ തള്ള് വിശ്വസിക്കും മുമ്പ് നിങ്ങൾ സതീശൻജിയുടെ ചരിത്രം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയെ കാറിൽ കയറ്റിയതിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംഘിച്ചാപ്പ കുത്തുന്ന ഈ VD സതീശൻ തന്നെയാണ് കേരളത്തിൽ മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ ചാനൽ ഉപയോഗിച്ച് സംഘികൾ തോൽക്കുന്ന വർഗീയത നിരന്തരം പുറത്തുവിടുന്ന ഷാജൻ സ്കറിയയ്ക്കും അയാളുടെ മഞ്ഞപ്പത്രത്തിന്റെ നിലവാരമില്ലാത്ത ഓൺലൈൻ ചാനലിനുമെതിരെ സർക്കാർ നിയമ നടപടി സ്വീകരിച്ചപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ പിന്തുണ നൽകിയത്. സംശയമുണ്ടോ? എങ്കിൽ ഇത് കേട്ടുനോക്കും. സൈബർ ഇടങ്ങളിൽ ഓൺലൈൻ മാധ്യമങ്ങൾ, മറുനാടൻ പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ, വനിതാ മാധ്യമ പ്രവർത്തകർ, ഇവരെല്ലാവരും വേട്ടയാടുകയാണ്. ഇവർക്കെതിരായി ആര് ശബ്ദിക്കാൻ പാടില്ലെന്ന്. ആര് പേടിക്കാനാണ്? ആർക്കാണ് പേടി? ഇവരാണ് ഭീരുക്കൾ. ഷാജൻ സ്കറിയ എന്ന വിദ്വേഷം മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു വിഷത്തിനെ അയാളുടെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ച സതീശന് മതേതരത്വത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? കേരളത്തിലെ ഒരു വലിയ വിഭാഗം മനുഷ്യരിലേക്ക് വർഗീയത കുത്തിവെച്ച ഷാജൻ സ്കറിയയ്ക്ക് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇന്റർവ്യൂ നൽകിയതും ഇതേ സതീശൻജി തന്നെയായിരുന്നു. താങ്കളുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്രയും സമയം ഞാൻ ഒരു ഇൻ്റർവ്യൂവിനും കൊടുത്തിട്ടില്ല. വളരെ ഒരു ഫ്രീ ആയിട്ട് ഒരു സഹോദരനോട് സംസാരിക്കുന്ന രീതിയിൽ എൻ്റെ ഉള്ളിലെല്ലാം പുറത്തെടുത്ത്. ഷാജൻ സ്കറിയ എന്ന തികഞ്ഞ വർഗീയവാദിയെ സഹോദര തുല്യനായി കാണുന്ന സതീശൻ തന്നെയാണ് നമുക്കൊക്കെ മതേതരത്വത്തിന്റെ ക്ലാസ് എടുക്കുന്നത്. നാട്ടുകാർക്ക് മതേതരത്വത്തിന്റെ ക്ലാസ് എടുക്കുന്ന സതീശൻ പക്ഷേ തല പോയാലും KM ഷാജിയുടെയും മുസ്ലിം ലീഗിന്റെയും വർഗീയ പരാമർശങ്ങൾക്കെതിരെ ഒന്നും മിണ്ടില്ല. കാരണം മിണ്ടിയാൽ പിന്നെ സതീശൻ കോൺഗ്രസിന്റെ തലപ്പത്തുണ്ടാകില്ല. അതുകൊണ്ടാണ് ഇത്ര വർഗീയമായ പരാമർശം KM ഷാജി നടത്തിയിട്ടും പ്രതിപക്ഷ നേതാവ് കമാ എന്നൊരക്ഷരം മിണ്ടാത്തത്. ഭരണമാണല്ലോ, ഭരണം തിരിച്ചു പിടിക്കാനും ഒരു സംശയക്കാര്യത്തിലില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഭരിക്കുന്നത് MLA-മാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല. നഷ്ടപ്പെട്ടു പോയ 9.5 കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. അവർക്കത് കിട്ടണം. കേരളം പോലെ ഒരു സമുദായം ചോര ചിന്തി നമ്മുടെ പിതാമഹന്മാർ നേടിത്തന്ന അവകാശങ്ങൾ അതവർക്ക് ലഭ്യമാക്കാനുള്ള പോരാട്ടം. VD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ സ്വഭാവവും നിലപാടും എന്താണെന്ന് 2015 ഇപ്പോഴും കോൺഗ്രസ് MP ആയ കൊടിക്കുന്നിൽ സുരേഷ് തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. മലയാളികൾ അതൊന്ന് കേട്ടിരിക്കുന്നത് നല്ലതാണ്. VD സതീശൻ ഏറ്റവും വലിയൊരു അധികാരമോഹിയാണ്. നമുക്കറിയാം, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ആദ്യഘട്ടത്തിൽ മന്ത്രിയാകാൻ ശ്രമിക്കുകയും അത് നടക്കാതെ വന്നപ്പോൾ ഹരിത MLA-മാരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി ഗവൺമെന്റിനെ സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിച്ച് മുന്നോട്ട് പോയ ആളാണ് ശ്രീ സതീശൻ. ഓൺലൈൻ പിന്തുണയ്ക്കായി ഷാജൻ സ്കറിയയെ സഹോദര തുല്യനായി കാണുന്ന, വോട്ടിനായി ഗോൾവൽക്കറുടെ ചിത്രത്തിന് മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്ന, ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശുന്ന സതീശൻ ദയവായി മറ്റുള്ളവർക്ക് മതേതരത്വത്തിന്റെ ക്ലാസ് എടുക്കും മുമ്പ് ഒന്ന് കണ്ണാടി നോക്കി ആ ക്ലാസ് എടുക്കുന്നത് നല്ലതാണ്.